ക്രമസമാധാന പാലനവും നിഷ്പക്ഷമായ അന്വേഷണവും ഒരു ജനാധിപത്യ സർക്കാരിന്റെ കടമയാണ്. പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 പർഗാനസിൽ ഇന്ന് രാജ്യത്തിന് മുന്നിൽ ഉയർത്തുന്നത് ഭയപ്പെടുത്തുന്ന ചില ചോദ്യങ്ങളാണ്. 11 വയസ്സുകാരിയായ ഒരു പിഞ്ചുകുഞ്ഞ് ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കാൻ ഒന്നിച്ചു നിന്നൊരു ഗ്രാമം. എന്നാൽ ഇന്ന് ആ ഗ്രാമത്തിൽ അവശേഷിക്കുന്നത് നീതിക്കായുള്ള മുറവിളികളല്ല, മറിച്ച് രാഷ്ട്രീയ കളികളിൽ സൃഷ്ടിച്ച വർഗീയ ഭിന്നതയും കൊടും ഭീതിയുമാണ്. ജൂലൈ 5 സൂര്യപൂരിലെ ഒരു കുളത്തിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിലാണ് ആ 11 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യഘട്ട വീഴ്ചയ്ക്കെതിരെ ഗ്രാമം ഒന്നടങ്കം തെരുവിലിറങ്ങി. അന്ന് ആ പ്രതിഷേധത്തിൽ മതത്തിന്റെ മതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് പോലീസിനെ നേരെ തിരിഞ്ഞു, നീതിക്കായി മുറവിളി കൂട്ടി. എന്നാൽ മണിക്കൂറുകൾക്കകം പ്രതിഷേധം അക്രമസക്തമായി. പെൺകുട്ടിയുടെ പിതാവ് നൽകിയ FIR-ൽ പ്രതിയെന്ന് സംശയിക്കപ്പെട്ട ഇന്ദ്രജിത്ത് മണ്ഡൽ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ പ്രകോപിതരായ ജനക്കൂട്ടം തല്ലിക്കൊന്നു. തുടർന്ന് കേസിലെ 2ാം പ്രതിയായ പ്രഭാസ് മണ്ഡൽ പോലീസ് വെടിവെപ്പിലും കൊല്ലപ്പെട്ടു. ഇവിടെയാണ് കേസിന്റെ രീതി തന്നെ മാറുന്നത്. ഒരു കൊടും ക്രൂരതയ്ക്കെതിരെ ഉയർന്ന ജനരോക്ഷത്തെ പെട്ടെന്നാണ് ഭരണകൂടം തങ്ങളുടെ രാഷ്ട്രീയ ആയുധമാക്കാൻ തുടങ്ങിയത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കെ കേസിൽ ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നടത്തിയ പ്രഖ്യാപനം ഗ്രാമത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. കൊല്ലപ്പെട്ട ഇന്ദ്രജിത്ത് മണ്ഡലിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം, സഹോദരന് സർക്കാർ ജോലിയും വാഗ്ദാനം നൽകി. ഇന്ദ്രജിത്തിന്റെ മരണം ഒരു ജനക്കൂട്ട ആക്രമണമല്ല എന്നും പേരും ഐഡന്റിറ്റിയും നോക്കി മുസ്ലിം തീവ്രവാദികൾ നടത്തിയ ആസൂത്രിത കൊലപാതകമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ സൂര്യപൂരിലെ മുസ്ലിം പുരുഷരെ മാത്രം ലക്ഷ്യം വെച്ച് പോലീസ് വേട്ടയാടാൻ തുടങ്ങിയെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. ക്രൂരമായ കൂട്ടത്തല്ലിൽ ഇരുവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നിട്ടും പോലീസ് ഏകപക്ഷീയമായ മുസ്ലിം യുവാക്കളെ മാത്രം രാത്രികാലങ്ങളിൽ വന്ന് പിടിച്ചുകൊണ്ടുപോകുന്നു. ഭയം കാരണം ഗ്രാമത്തിലെ ഭൂരിഭാഗം മുസ്ലിം പുരുഷന്മാരും വീട് വിട്ട് ഒളിവിലാണ്. ദിവസക്കൂലിക്കാരായ ഇവർ ഒളിവിൽ പോയതോടെ പട്ടിണിയിലായത് വയോധരും പിഞ്ചു കുഞ്ഞുങ്ങളും അടക്കമുള്ള നിരപരാധികളായ ഒരുപാട് കുടുംബങ്ങളാണ്. ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കിടയിലാണ് പ്രദേശത്ത് സമാധാനം നിലനിർത്താൻ ശ്രമിച്ച ഇടതുപക്ഷ നേതാവ് ലാഹിഖ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ദരിദ്രരായ കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ നൽകിയ ജനപ്രിയനായ ഒരു അധ്യാപകൻ കൂടിയായ അദ്ദേഹം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് വാദം. കേവലം മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ പ്രതിയാക്കപ്പെട്ടു. പ്രതിഷേധിക്കുന്നവരുടെ വായടപ്പിക്കാൻ BJP സർക്കാർ ശ്രമിക്കുന്നു എന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സൂര്യപൂരിൽ ഇപ്പോൾ 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, 11 വയസ്സുകാരിക്ക് നീതി വേണമെന്ന പ്രാഥമികമായ ആവശ്യം ഇപ്പോൾ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ അജണ്ടകൾക്കുള്ളിൽ പൂർണ്ണമായും മുങ്ങിപ്പോയിരിക്കുന്നു. 2, ഒരു കുറ്റകൃത്യത്തിനെതിരെ സാധാരണക്കാർ ഒന്നിച്ച് ശബ്ദമുയർത്തിയാൽ അതിനെ മതപരമായി ഭിന്നിപ്പിച്ച് അടിച്ചമർത്തണമെന്ന പുതിയ ഭരണകൂട തന്ത്രം കൂടെ ഇവിടെ നടപ്പിലാക്കപ്പെട്ടു. പ്രതികൾക്ക് വധശിക്ഷ നൽകുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നുണ്ടോ എന്ന ആശങ്കയിലാണ് രാജ്യം. കുറ്റവാളികൾക്ക് മതമില്ല എന്ന് പ്രസംഗിക്കുന്നവർ തന്നെ വോട്ട് ബാങ്കിങ്ങിനായി കുറ്റകൃത്യങ്ങൾക്ക് മതം ചാർത്തി നൽകുമ്പോൾ തോറ്റുപോകുന്നത് നീതിന്യായ വ്യവസ്ഥയാണ്. ഭയന്നു വിറക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാണ്.